ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അതായത് കൃപാസനത്തിൻ്റെ ശുശ്രൂഷകളിലെ ഏറ്റവും വലുത് ലോകവ്യാപകമായ രീതിയിൽ ജനകോടികളെ തന്നെ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവന്നതാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന. ഈ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ആദ്യം അമ്മ തന്നത് ഒരു പഴയ ഒരു കുഞ്ഞു പ്രാർത്ഥന അമ്മ തന്നത്. അതായത് 2014 ഒക്ടോബർ മാസമാണ് ആ പ്രാർത്ഥന കിട്ടിയത്. അതിൻ്റെ പേര്, അന്നത്തെ പേര് ദശവത്സര അനുഗ്രഹ പ്രാർത്ഥന എന്നായിരുന്നു. അതായത് 2014 ആയപ്പോൾ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് 10 കൊല്ലമായിരുന്നു. അപ്പം 10 കൊല്ലം തികയുന്ന ആ സമയത്താണ് അമ്മ ആഗ്രഹിക്കുന്ന പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ട് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമെന്നായിരുന്നു ആദ്യത്തെ ആ കുഞ്ഞു പ്രാർത്ഥന അമ്മ തന്നതിൻ്റെ പേര്. അത് നമ്മൾ 6 മാസം പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ഇന്ന് കാണുന്ന ഉടമ്പടി പ്രാർത്ഥന തന്നത്. ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അനുദിനം ഉടമ്പടി പ്രാർത്ഥനയോടുകൂടി അമ്മ ആ വർഷം തന്നെ ലെറ്റർ ആൻഡ് പെയർ റിക്വസ്റ്റ്, അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥന, അങ്ങനെ അകന്നുപോയ മനുഷ്യരെയും സങ്കടപ്പെടുന്ന മനുഷ്യരെയും അനുദിനം ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഒത്തിരി സ്വർഗീയ പദ്ധതികൾ വെളിപ്പെടുത്തിയായിരുന്നു. അതിൻ്റെ ഫലം ഇന്ന് നാനാജാതി മതസ്ഥർ ഓരോ ദിവസവും അണമുറിയാതെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൃപാസന അൾത്താരയിലെ. അതൊരു മനോഹരം. എല്ലാ ദിവസവും ഇവിടെ വരുന്നവർ കാണാൻ പറ്റുന്ന സത്യമാണ്. ഇപ്പോഴെന്താണ് പുതിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ മുതൽ ഈ 20 വർഷം തികയാണ് ഇപ്പോഴമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട്. അപ്പോൾ പഴയ ആദ്യകാല അമ്മ തന്ന പ്രാർത്ഥനയെ റിവൈസ് ചെയ്തുകൊണ്ട് നാളെ മുതൽ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ദശക അനുഗ്രഹ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നും പറഞ്ഞ് എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20ാം വർഷം ഇത് മുന്നോട്ട് പോയിട്ട് പിന്നെ ഡിസംബർ 7-ാം തീയതി ആയി കഴിഞ്ഞാൽ പിന്നീട് 8-ാം തീയതി മുതൽ പിന്നീട് ജൂബിലി പ്രാർത്ഥനയായിട്ട് മാറും. 5 കൊല്ലം നീണ്ടു നിൽക്കുന്ന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ജൂബിലി പ്രാർത്ഥന. അപ്പോൾ വലിയ അനുഗ്രഹത്തിൻ്റെ വലിയ കാലം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 5:30 അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, അനുഭവിക്കുന്ന എല്ലാവരും സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി. അത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയാലും, നിങ്ങൾ ടെസ്റ്റിന് പോയാലും, സ്ഥലം അളക്കാൻ പോയാലും, പോലീസ് സ്റ്റേഷനിൽ പോയാലും, കോടതിയിൽ പോയാലും, വിവാഹത്തിൻ്റെ ഒരുക്കത്തിന് വേണ്ടി പോയാലും, പ്രസവത്തിന് ആശുപത്രി പോയാലും, ചികിത്സയ്ക്ക് ആശുപത്രി, എല്ലായിടത്തും അമ്മ നിറഞ്ഞു നിന്നുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം, ഉടമ്പടിയുടെ വാഗ്ദാനം, ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ നിത്യവാഗ്ദാനം അനുദിനം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് പരിശുദ്ധ അമ്മയാണെന്ന് നമ്മുടെ കുടുംബത്തെ കാനായിൽ എന്നതുപോലെ നമ്മുടെ അവശതകളും ഇല്ലായ്മയും എല്ലാം നമ്മൾ വീണ്ടെടുക്കാൻ കണ്ട് മനസ്സിലാക്കാനും അത് ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനും അതിന് ഒട്ടനവധി പരിഹാരം ഉണ്ടാക്കാനും വേണ്ടി ഇന്ന് ജനങ്ങളുടെ അനുഭവമായി മാറുകയാണ്. ഈ അനുഭവത്തെ ഇനിയുള്ള ദിവസങ്ങളെല്ലാം എല്ലാ ദിവസവും നിങ്ങളുടെ ഈ ഉടമ്പടിയുടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20 വർഷം തികഞ്ഞു നിൽക്കുന്ന ഈ കാലയളവിൽ പുതിയൊരു പ്രാർത്ഥന, ആ ദശക പ്രത്യക്ഷീകരണ അനുഗ്രഹ പ്രാർത്ഥന, ആ അനുഗ്രഹ പ്രാർത്ഥന കൂടിയിട്ടായിരിക്കും നമ്മൾ ഒരുമിച്ച് ഇനി നമ്മളുടെ എല്ലാ ദിവസവും നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് പോവുക. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽ ആ പ്രാർത്ഥന ആരംഭിക്കും. അതിനൊരു അനൗൺസ്മെൻറ്റ് കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ അറിയിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ഒരു ചുരുക്കഭാഗം, നാളത്തെ പ്രാർത്ഥനയുടെ ചുരുക്കഭാഗം എടുക്കുമ്പോൾ ആദ്യം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ ആദ്യം ഒരു ആമുഖത്തെക്കുറിച്ച് എല്ലാവരെയും കളക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ കോടതിയിൽ പോണവരുണ്ട്, അതുപോലെ തന്നെ ആശുപത്രി പോണവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ
എന്തെങ്കിലും വിഷമസന്ധികളിൽ പെട്ടിട്ട് അതിൻ്റെ പരിഹാരത്തിന് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ആശ്വാസവും അനുഗ്രഹവും പ്രാപിച്ച് മാതാവിൻ്റെ സാന്നിധ്യത്തിലൂടെ ആയിരിക്കും ഇനി നിങ്ങൾ യാത്ര ചെയ്യണത്. അത് അപ്പോഴൊക്കെ എല്ലാം ഉടമ്പടി എടുത്തവർക്കും എടുക്കാനിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഉടമ്പടി കൃപാസനത്തിൻ്റെ എന്തെങ്കിലും നേർച്ച പുസ്തകം കയ്യിലുള്ള എല്ലാവർക്കും ഇനി ഓൺലൈൻ പ്രേയറാണ് നിങ്ങൾ എടുത്തിരിക്കണേ അത് അങ്ങനെയുള്ളവർക്കും അതുപോലെ ലൈറ്റ് അക്കാൻ്റെ റിക്വസ്റ്റ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇനി ഇതെല്ലാം എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കും പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കും കൃപാസനത്തിൻ്റെ റാലി നടക്കാൻ പോകുന്ന ലക്ഷങ്ങളുടെ പങ്കെടുത്ത മധ്യസ്ഥ പ്രാർത്ഥന അതിൽ പങ്കെടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നവർക്കും എല്ലാം ഈ പ്രാർത്ഥന വലിയൊരു അനുഗ്രഹമായി മാറും. ഇതിൻ്റെ പ്രാർത്ഥനയുടെ നിയോഗം വരുമ്പോൾ ആദ്യം അമ്മ വെളിപ്പെടുത്തിയ പ്രാർത്ഥന ഇപ്പോൾ നമ്മൾ വീണ്ടും എടുത്തിരിക്കണത്. ആ പ്രാർത്ഥനയുടെ നിയോഗം വരുമ്പോൾ നിങ്ങളുടെ നിയോഗം എത്ര നിയോഗമാണെങ്കിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. കാര്യം 6 നിയോഗമാണ് നമുക്ക് ഉടമ്പടിയിലുള്ളത്. ആ 6 നിയോഗങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാം. അത് ഉടമ്പടി ചെയ്യാനിരിക്കുന്നവർക്കാണെങ്കിലും അവർക്ക് 6 നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയിൽ ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ പ്രാർത്ഥിക്കാവുന്നതാണ്. അവരുടെ പ്രത്യക്ഷീകരണം 20ാമത്തെ വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന് ആ ദശവത്സര പ്രാർത്ഥനയുടെ ഭാഗമായി ഈ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ അച്ഛൻ 5:30 മണിക്ക് നിങ്ങളോടൊപ്പത്ത് നിങ്ങളുടെ കണ്ണീരിൻ്റെ ഒപ്പം നിങ്ങളുടെ രോഗത്തിൻ്റെ ഒപ്പം നിങ്ങളുടെ ഭാരത്തിൻ്റെ ഒപ്പം മാതാവിൻ്റെ മധ്യസ്ഥയിൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന വലിയൊരു കാലഘട്ടം ആരംഭിക്കുകയാണ്. ഈ പ്രാർത്ഥന മുടങ്ങാതെ പങ്കെടുക്കാൻ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് നമ്മൾ ഈ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ സുപ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിച്ച സ്വർഗീയ സ്ഥലമായ അങ്ങയുടെ വചനം കേൾക്കാൻ കണ്ണീരിന്റെ കാലത്ത് എന്നെയും എന്റെ കുടുംബത്തെയും ക്ഷണിച്ചതിന് യോഗ്യത നൽകിയതിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ആയിരിക്കുവാനുള്ള എന്റെ യോഗ്യത ഉറപ്പിക്കുന്ന വിധത്തിലുള്ള ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം, എന്നെ ബലപ്പെടുത്തണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും ഒരു മരിങ്ങുണ്ട്. മരിങ്ങെന്ന് പറയുന്നത് ആലപ്പുഴ ഭാഷയാണെന്ന് തോന്നണം. അതായത് എല്ലാ വിഷയങ്ങളും ഒക്കെ നമുക്ക് ചെയ്യുന്നതിന് അനായാസമായിട്ട് ചെയ്യുന്നതിനുള്ള ഒരു പ്രവർത്തന പരിചയ നൈപുണ്യത്തിനാണ് ഈ മരിങ്ങെന്ന് പറയുന്നത്. ആരാധനയ്ക്കും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിനും ഒക്കെ ഒരു മരിങ്ങുണ്ട്. ചിലർക്കത് വളരെ ഈസിയാണ്. ചിലർക്കെന്ന് പറയണത് വചനം പറയണത് ബലം പ്രാപിച്ചവർക്കെന്നാണ് പറയണത്. കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള വചനങ്ങളെ ഞാൻ എപ്പോഴും വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിട്ടുണ്ട്. കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് എടുത്തു പെരുമാറിയിട്ടുള്ള വചനങ്ങളുണ്ട്. അതിലൊന്നാണ് ബലം. നമുക്ക് ഈശോ എന്ന് പറഞ്ഞ് നമുക്ക് ബലം പ്രാപിക്കാൻ പറ്റും. ബലത്തിൻ്റെ ഉള്ള പ്രത്യേകത ബലം നമുക്ക് പ്രാപിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ കുറേ, അതായത് ഇപ്പോൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു പൊട്ടൻസി, കുറേ ആധ്യാത്മിക സാധ്യതകൾ വചനം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നുണ്ട്. ആ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ സാധിക്കുമെന്നാണ്.
പലപ്പോഴും ഈ ആധ്യാത്മികതയ്ക്ക് പറ്റുന്ന ഒരു അബദ്ധം, ഇതൊരു ബാലികേറ മലയായിട്ട് അനാദികാലം മുതൽ ഇത് കൈകാര്യം ചെയ്തവർ എപ്പോഴും ആധ്യാത്മികതയെ ഒരു ബാലികേറ മലയായിട്ട് ഇങ്ങനെ ആർക്കും പ്രാപിക്കാൻ പറ്റാത്ത രീതി സങ്കീർണമാക്കി കളയും. ഈശോൻ്റെ കാലത്തും ഇങ്ങനെ ഫരിസേയർ ഇതിനെ സങ്കീർണമാക്കി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച 2 കാര്യം. ഒന്ന്, അവരുടെ സാബത്ത് ദിവസമാണ്. സാബത്ത് ദിവസം എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോൾ തന്നെ കടകളെല്ലാം പൂട്ടി. സാബത്തിനെക്കുറിച്ച് ഞാൻ ഈ ഇസ്രയേലിൻ്റെ ഈ ഇത്രയും നിശബ്ദമായ യുദ്ധകാലത്ത് ഉണ്ടാകുന്ന ഈ ഭയങ്കര സാറ്റർഡേയിലെ എൻ്റെ ധ്യാനം ടെല്ലവീവിലായിരുന്നു, തലസ്ഥാന നഗരിയിലായിരുന്നു. അവിടെ പട്ടാളക്കാരെ ഒഴിച്ച് ബാക്കിയെല്ലാം ശാന്തമാണ്. കാറുകൾ തന്നെ വല്ല ഇന്ത്യക്കാരൻ്റെ കാറ് ഓടുന്നതെന്നല്ലാതെ അവരുടെ കാറൊന്നും ഓടത്തില്ല. ഭയങ്കരമാണ്. ഈ സാബത്ത് നമ്മൾ നേരിട്ട് കണ്ടപ്പോഴാണ് നമ്മൾ പേടിച്ചു പോയത്. അപ്പോഴും ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അതൊരു മലയാളി ഇട്ടിരിക്കുന്ന ഒരു ബ്ലോഗർ ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചിന്, ഒരു യഹൂദൻ്റെ ഒരു കുഞ്ഞ്, അതിന് നെബുലൈസർ എടുക്കണതാണ്. ഈ റെസ്പിറേഷൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ ശ്വാസം എടുക്കത്തില്ല, നെബുലൈസർ മരുന്നൊക്കെ ഇട്ടിട്ട് ഒരു മിഷനാണത്. അപ്പോൾ ഈ മിഷൻ്റെ സ്വിച്ച് ഒരു മലയാളി, അവിടെ കെയർ ടേക്കർ അവിടെ ഉണ്ട്, അവരിട്ടിരിക്കുന്ന വീഡിയോ ആണത്. നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ആ വീഡിയോ, നോക്കണം, നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ ഈ സാബത്ത് ദിവസം ഇവരുടെ മുറിയിൽ കെയർ ടേക്കർ ഫസ്റ്റ് ടൈം അവിടെ ചെല്ലണതാണ്. ആദ്യമായിട്ട് അവിടെ ചെന്നിട്ട് ആ വീട്ടിലാവത് അവർ വേറെ ഒരു വീട്ടിൽ ജോലിച്ച് കയറുന്നു. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്താണ്. അവിടുത്തെ വിസ തീർന്നപ്പോൾ അവിടുന്ന് ഒരു ഇൻ്റർവ്യൂ അറേഞ്ച്മെൻറ്റ് ചെയ്താണ് അവരോട് താമസിക്കുക. ഇവിടെ മുറി വന്നൊരു നൈജീരിയക്കാരൻ മുട്ടുമ്പോൾ ഇവർ പേടിച്ചു പോകും. ഫസ്റ്റ് ടൈമല്ലേ, അയാളെ ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പാടില്ല. ഇവരെ വിളിക്കുകയാണ് പുറത്തേക്ക്. അപ്പോൾ ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഇവർ പേടിച്ചു പോയി. മലയാളിയാണ് ഇവർ, കെയർ ടേക്കർ. അവർ പോയില്ല, അവർ അകത്ത് വാതിലിട്ട് അടച്ച് ഇരുന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒരാൾ വന്ന് വിളിച്ചു. അപ്പോഴുകൊണ്ട് ഇവൾ തുറന്നില്ല, പേടിയാണ്. അവിടെ ഭാഷ മനസ്സിലാകണില്ല, ഇതെന്തിനാണ് വിളിക്കണമെന്ന് അറിയാൻ പാടില്ല. ആകെപ്പാടെ കുഴപ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ സംഗതി ഇവർ ആക്ഷൻ കൊണ്ടൊക്കെ, മുഖഭാവം കൊണ്ട് ഇത് ഭയങ്കര ഹൈ എമർജൻസി ആണെന്നുള്ള രീതി പറയുന്നുണ്ടെങ്കിലും ഭാഷകൾ മനസ്സിലാകാത്ത കാരണം ഈ മുഖഭാവം കൊണ്ട് ഇവർക്ക് പേടിയാണ് വരണത്, അല്ലാതെ സിറ്റുവേഷൻസ്. അപ്പോൾ മലയാളിക്കത് ഉൾക്കൊള്ളാം. അവർ ഉടനെ വാതിലടച്ചകത്തിരുന്ന് എന്താണ് ഇനി പേടിച്ചിരിക്കുന്നത്, ഈ വീട്ടിൽ വന്നിട്ട് എന്തെല്ലാമാണ് ഇനി സംഭവിക്കാൻ, പുതിയ വീടല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുടമസ്ഥർ ഇങ്ങോട്ട് വന്ന് വാതിലിട്ട് ചവിട്ടിയാൾ അത്രയും പ്രഷർ ചെയ്തപ്പോൾ ഇവർ തുറന്നപ്പോൾ ഇയാൾ ഇന്നലെ കണ്ട വീട്ടുടമസ്ഥനാണ്. അയാളുടനെ ഇവരുടെ കയ്യെ കയറി പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. അത് ചില വൈരാഗ്യത്തിലല്ല, ആ ഒരു സിറ്റുവേഷൻസ് എമർജൻസി ആയതുകൊണ്ട് ആ രീതി പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇയാൾ കുറേ പോയി. ചെന്നപ്പോൾ പ്രശ്നമൊന്നുമില്ല. ചെന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നെബുലൈസറിൻ്റെ സ്വിച്ച്, നെബുലൈസർ മരുന്നൊക്കെ ഇട്ട് അവർ വെച്ചിരിക്കുകയാണ്, പ്ലഗ് കുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ സ്വിച്ച് ഇടാൻ പറ്റത്തില്ല. അതിന് ഇയാൾ ഇവിടെ സ്വിച്ച് ഇടാൻ വേണ്ടി സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സാപത്ത് ലംഘനമാണ്. മനസ്സിലായില്ല? നിങ്ങൾ നോക്കിയോ, സാപത്ത് നമ്പർ നിങ്ങളുടെ ഈ യൂട്യൂബിൽ ആ വീഡിയോ കിടപ്പുണ്ട്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് ഈ മലയാളി ലേഡിക്ക് സാപത്തില്ലല്ലോ, അവരെ വിളിച്ചുകൊണ്ട് പോയി കുഞ്ഞിൻ്റെ വായിൽ വെച്ചിരിക്കുന്ന ഈ മൗത്ത് പീസിൽ ഈ മോട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആ മരുന്ന് കയറാൻ വേണ്ടി സ്വിച്ച് ഇടാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയതാണ്. സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സാപത്ത് ലംഘിക്കും. ഭയങ്കരമാണ്. ഇവരെ പിടിച്ചുകൊണ്ടാണ് പോയത്, അത് വേറെ വിഷയം. പക്ഷേ ആ ഒരു വർക്ക് ഇറ്റ്സെൽഫ് സാപത്ത് ലംഘനമാണ്. അപ്പോൾ ഞാൻ ഓർക്കണേ, കർത്താവിൻ്റെ കാലത്ത് ഇത്രയും പ്രശ്നമില്ലായിരുന്നു. കർത്താവിൻ്റെ കാലത്തൊരു ചെരുപ്പിൻ്റെ വള്ളിയൊക്കെ പൊട്ടിയാൽ മാത്രമേ ആ യഹൂദന് അവിടെ നിൽക്കും. ചെരുപ്പിൻ്റെ നടക്കണ യാത്രയിൽ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിക്കഴിഞ്ഞാൽ യഹൂദന് അവിടെ നിൽക്കും. എന്തിനാണ്? സൂര്യാസ്തമയം വരെ അവിടെ നിൽക്കും. ചെരുപ്പ് കളയത്തില്ല അവൻ. ഭയങ്കര സാധനം. നമ്മളൊക്കെ മലയാളിയാണെങ്കിൽ ചെരുപ്പ് പറഞ്ഞ് കഴിഞ്ഞ് പോകും. ആ കളയത്തില്ല, ഒരു സാധനം നഷ്ടപ്പെടുത്തത്തില്ല, അവിടെ നിൽക്കും. അവിടെ നിന്നിട്ട് സൂര്യാസ്തമയം ആയി കഴിയുമ്പോൾ സാപത്ത് ഫ്രീ ആയില്ലേ,
അപ്പം കൈകൊണ്ട് ചെരുപ്പ് പൊക്കുമ്പോൾ ചുമടെടുത്തുന്നായി. ചെരുപ്പ് പൊക്കുമ്പോൾ ചുമടെടുത്തെന്നല്ലേ? അപ്പോൾ അത് സാപത്ത് ലംഘനമാണ്. അതുകൊണ്ട് ചെരുപ്പ് കളയാതിരിക്കാൻ വേണ്ടി ആ പാവപ്പെട്ടൻ അവിടെ നിൽക്കും. അത്രയും സീരിയസ് ആണ് സംഭവം. അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് സ്പിരിച്വാലിറ്റി ഭയങ്കര ഒരു ബാലികേറ മലയായിട്ട് വരും. ഇതൊക്കെ പാലിക്കാൻ ആർക്ക് പറ്റും? പരിചയർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ. അപ്പോൾ ഒരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ ആധ്യാത്മികതയും ദൈവവും ഒതുങ്ങിപ്പോകുന്ന ഒരു ദുരന്ത കാഴ്ചയാണ് ഈശോ കാണുന്നത്. വെറും ഒരു ന്യൂനപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവിടുത്തെ ആ സാപത്ത് പാലിക്കുന്ന റബ്ബി വർഗമില്ലേ, അവരവിടെ ജോലിക്കൊന്നും പോണില്ല. ഇസ്രയേലിൽ അവർക്ക് വേണ്ടി മാത്രം ശമ്പളം കൊടുക്കുന്നുണ്ട്. അവരുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഒറിജിനൽ യഹൂദനല്ല, പട്ടാളക്കാർക്ക് മാത്രമേ സാപത്തിൻ്റെ ഒരു ഇതുണ്ട്, റിലീഫ് കൊടുത്തിട്ടുള്ളത്. അവർ ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ ആ ടെൽബാബിൽ ഞങ്ങൾ അവിടെ ക്യാമ്പിലായിരുന്നു ഞങ്ങൾ ധ്യാനം നടത്തിയത്. കാര്യം ഇത്ര സമയത്ത് അത് അത്യാവശ്യമാണ്. 10,000 ആൾ കൂടിയിരിക്കുകയല്ലേ. അപ്പോൾ പട്ടാളക്കാർ ചുറ്റോടിയിട്ടുമുണ്ട്. ഇതൊക്കെ അവരുടെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. നമ്മളാണ് ഇവിടെ യുദ്ധം കേട്ട് പേടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവിടെ ഭയങ്കര ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ടോക്കറ്റീവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർ എന്താണ് ബർഗർ എന്താ സാധനമൊക്കെ കഴിക്കുന്നുണ്ട്, കോള കുടിക്കുന്നുണ്ട്. അതിൻ്റെ സാപത്തിൽ നിന്ന് അവർക്ക് മാത്രം റിലീഫ് ഉണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ അവർ വളരെ സിമ്പിളായിട്ടാണ് അവിടെ വ്യാപരിക്കണത്. അല്ലാതെ ഒന്നും. ഇപ്പോൾ നമ്മളാരിങ്ങനെ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനമൊന്നും ഈ ഗവൺമെൻറ് അനുവദിക്കത്തില്ല. ഉടനെ 144 പ്രഖ്യാപിക്കും ഇവിടെ. അപ്പം നമ്മൾക്ക് എന്തുമാത്രം കോൺഫിഡൻസ് ഇല്ലാത്തൊരു വർഗ്ഗമാണെന്ന് നമ്മളെ നമുക്ക് മനസ്സിലായി അവിടെ ചെന്നപ്പോൾ. നമ്മൾക്കാണ് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇവിടെ ഈ ആൾ കൂടാൻ സമ്മതിക്കത്തില്ല. അവിടെ കേരളത്തിൻ്റെ 3/4 ഭാഗമേ ഇതുള്ളൂ. ഇതൊരു സംഭവത്തിൽ ഇത്രയും ആൾക്കാർ കൂടുമ്പോൾ അവരവർക്കും ക്യാഷായിട്ട് വല്ലതും ഉണ്ടായി എല്ലാം ചാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഇത് അനുവദിക്കത്തില്ല. പക്ഷെ അങ്ങനെയല്ല. യഹൂദൻ നല്ല ആത്മവിശ്വാസമാണ്. ഈ 10,000 ആൾക്കാർ കൂടി അവർ കൂളായിട്ടിരിക്കണം. അപ്പം അത് വേറെ ഒരു ജനതയാണത്. ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച അനാദികാലം മുതലേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കോൺഫിഡൻസിൽ അവരങ്ങനെ ജീവിക്കുകയാണ്. ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അച്ചിട്ടതായിട്ടാണ് ഇവർ സാപത്ത് ഈ കാലങ്ങളിൽ പോലും പാലിച്ചുകൊണ്ട് പോണത്. ദാറ്റ് മീൻസ് പക്ഷേ ആർക്ക് പറ്റും? ആർക്കും പറ്റത്തില്ല ശരിക്കും. അതായത് ഈ ന്യായപ്രമാണം ഇത്രയും കഠിനമാണെങ്കിൽ ആർക്കിത് പാലിക്കാൻ പറ്റുമോ എന്നുള്ളത് കർത്താവിൻ്റെ കാലത്ത് തന്നെ ഒരു പ്രശ്നമായിരുന്നു. ആധ്യാത്മികത ആർക്കും പാലിക്കാൻ പറ്റാത്തൊരു വിഷയമായിട്ട് ഡെവലപ്പ് ചെയ്തു. ഇന്ത്യയിലും ആ അസുഖം ഉണ്ടായിട്ട് കുറേ പേര് ഇങ്ങനെ സിദ്ധന്മാരുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവരാക്കി ഇന്ത്യ മാറ്റിക്കളഞ്ഞു. ഒരു കൺസൾട്ടേഷൻ അല്ല സംഭവം, മറിച്ച് ആധ്യാത്മികത മൊത്ത വ്യാപാരവും അതിൻ്റെ മൊണോപ്പൊളിയും ഒരു ന്യൂനപക്ഷത്തിൻ്റെ അടുത്ത് ഒതുങ്ങേണ്ട ഒരു ആധ്യാത്മികത അത് ഫേക്കാണ് ശരിക്കും. ഇപ്പോൾ യമനിയമ ആസന പ്രാണായാമ പത്താസന സമാധിയിലൂടെ അങ്ങനെ പോകാൻ സാധാരണ മനുഷ്യർക്ക് പറ്റത്തില്ല. ബുദ്ധിസത്തിനും ബ്രഹ്മണിസത്തിനും ഒക്കെ പറ്റിയിട്ടുള്ള സംഭവം ഈ സാധാരണ മനുഷ്യർ ഇവർ അവോയ്ഡ് ചെയ്ത് കളയും. ഇതുതന്നെയാണ് ഫരിസേയസത്തിന് സംഭവിച്ചത്. സാധാരണ മനുഷ്യർക്ക് ബാലികാല മലയാക്കിയത് മാറ്റും, അപ്രാപ്യമാക്കി കളയും. അപ്പം മറ്റവർ പറയുന്ന ദൈവാനുഭവങ്ങൾ മാത്രമേ അതിൻ്റെ അപ്പക്കഷ്ണം കൊണ്ട് ഇവർ എറിഞ്ഞു കൊടുക്കുന്ന അപ്പക്കഷ്ണം കൊണ്ട് ഇവർ സദുപദേശങ്ങളെ കൊണ്ടൊക്കെ ഇവർ ജീവിക്കേണ്ടി വരും. അപ്പോൾ മനുഷ്യൻ 1% മാത്രം ദൈവത്തിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്പിരിച്വൽ ഫാദേഴ്സായിട്ട് മാറും. ബാക്കി 99% എപ്പോഴും ഇവരുടെ ഭിക്ഷാന്തേഹികളായിട്ട് ഇവർ ഒരു ആധ്യാത്മിക അടിമവർഗം സൃഷ്ടിക്കപ്പെടും. ഇതുകൊണ്ട് ഈശോ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോ ഇതെല്ലാം കണ്ടതിന് ശേഷം ഈശോ ജോയേലിൻ്റെ ദീർഘദർശന കാലത്ത് ഈ വിഷയത്തെക്കുറിച്ച് ഈശോ വരുമ്പോൾ ഈ വിഷയം പൊളിച്ചെഴുതുമെന്ന് പറഞ്ഞായിരുന്നു. ഈശോ വരണ കാലത്ത് അതാണ് ഈശോയുടെ ഒരു സ്പേസ് എന്ന് പറയണത്. ഈശോയുടെ ഒരു ഹിസ്റ്റോറിക്കൽ സ്പേസ് എന്ന് പറയണത് ജോയേലിൻ്റെ സ്പേസാണ്. ജോയേൽ പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞത്? 2:38 അന്നാളുകളിൽ പറഞ്ഞ് എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും വർഷിക്കും. അതാ മൊണോപ്പൊളി തട്ടി തകർക്കുമെന്നാണ് പറഞ്ഞത്. മൊണോപ്പൊളി അതിനുശേഷം അവൻ ആദ്യം തന്നെ ചെയ്തത് ആദ്യം തന്നെ ഇവർ സൈഡ് ലൈൻ ചെയ്ത ആൾക്കാരെ ആദ്യം അഡ്രസ്സ് ചെയ്യും.
ആദ്യം സൈഡ് ലൈൻ ചെയ്തിരിക്കുന്നത് കള്ളന്മാരുടെ കൂട്ടത്തിൽ പെടുത്തിയിരുന്നത് ഇടയന്മാരെയാണ്. ഇടയന്മാർ കള്ളന്മാരായിട്ട് റബ്ബികൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കള്ളന്മാരായിട്ട് ഇടപെടുത്തിയിട്ട് രാത്രി ആടുകളെ സൂക്ഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു വർഗ്ഗമായിരുന്നു അവർ. നാട്ടിൽ നിർത്തത്തിലവരാ. പൊതുജീവിതത്തിൽ ഇടയന്മാരില്ല. ഇസ്രായേലിൻ്റെ പൊതുജീവിതത്തിൽ ഇടയവർഗമില്ല. അവരെ ആടിൻ്റെ കൂടെ ഇറക്കി വിടും. എന്നിട്ട് അവർ സന്ധ്യയാകുമ്പോൾ വരും. അവർക്ക് പൊതുജീവിതമോ സംസ്കാരമോ സാഹിത്യമോ പഠനങ്ങളോ ഇല്ല. ഇതിൻ്റെ അകത്ത് ആകപ്പാട് സാഹിത്യം എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇടയവർഗത്തിൽ നിന്ന് ദാവീദ് മാത്രമാണ്. ദാവീദിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കുറേ ഇടയ സങ്കീർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വീട്ടിൽ നിന്നുണ്ടായിരുന്ന ഒഴിവാക്കലുകളും അവഗണനകളും കൂട്ടത്തിലുണ്ടായിരുന്ന ജെസ്സിയുടെ മക്കളിൽ ഏറ്റവും മോശമായിട്ട് ഇവനെ തിരിഞ്ഞു കളഞ്ഞതും ഒക്കെ, പിന്നെ ദൈവത്തിൽ ഇവനെ അദമ്യമായിട്ട് ആശ്രയിക്കാനുള്ള ഇടവരുന്ന് ആ ആത്മബന്ധത്തിൽ നിന്ന് ഇവൻ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടാകും. എല്ലാം ഇടയ സങ്കീർത്തനങ്ങൾ തന്നെ എല്ലാം എഴുതിയിരിക്കണത് തന്നെ. പകുതിമുക്കാലും മനോഹരമായ 23-ാം സങ്കീർത്തനമൊക്കെ ഈ ഇടയാനുഭവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അതൊരു ദാവീദിൻ്റെ ആധ്യാത്മികത ഒരു വേറിട്ട ആധ്യാത്മികതയാണ്. പക്ഷെ പൊതുവേ നമ്മൾ പറയുമ്പോൾ ഇടയന്മാരെ പ്രാന്തവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, അതായത് ഇങ്ങനെ സൈഡ് ലൈൻ മാർജിനലൈസ് ചെയ്തിരിക്കുന്ന ഒരു വർഗ്ഗമാണ്. അവർക്ക് ആത്മാവ് ഉണ്ടെന്ന് വരെ റാബികൾ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് റാബികൾക്ക്. ഇവിടെ അങ്ങനെയായിരുന്നില്ല. ബ്രാഹ്മൺസിന് അടിമകൾക്ക് ആത്മാവില്ല എന്നുള്ളത് ഫെഡറലിസത്തിൻ്റെ കാലത്തും നിലനിന്നിരുന്നൊരു കോൺസെപ്റ്റാണ്. ആത്മാവ് ഉണ്ടാകണമെങ്കിൽ കുറച്ച് കളറുണ്ടാകണം, കുറച്ച് ആരോഗ്യം ഉണ്ടാകണം, കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടാകണം. എന്തൊരു കഷ്ടമാണ് മനുഷ്യൻ. ഇപ്പോൾ മനുഷ്യൻ ഏത് രീതിയിലാണ് ഇങ്ങനെ പാർശ്വവൽക്കരിക്കുന്നത്? സാംസ്കാരിക പാർശ്വവൽക്കരണം ശക്തമായ രീതിയിലുള്ള ഉച്ചനീചത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ മതിലിനെയാണ് ഈശോ സ്വന്തം ശരീരം കൊണ്ട് ഇടിച്ചു പൊളിച്ചെന്ന് പൗലോസ് പറയുന്നത്. എല്ലാത്തിനെയും ഇങ്ങനെ മനുഷ്യനെ അസ്പർശ്യമാക്കാൻ വേണ്ടി കെട്ടിയുയർത്തിയിട്ടുള്ള സാംസ്കാരിക മതിലുകൾ, പിന്നെ അപ്പാർത്തീഡിൻ്റെ മതിലുകൾ, വർഗ വിശ്വാസഭേദത്തിൻ്റെ മതിലുകളെ എല്ലാത്തിനും ഈശോ അതിനെല്ലാം പരിഹാരം ചെയ്തുകൊണ്ട്, ശരീരത്തിൽ പരിഹാരം ചെയ്തുകൊണ്ട്, ശരീരത്തിൽ മരിച്ച് ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇത് ആധ്യാത്മികത മുഴുവനും അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്ന ആർക്കും സൗജന്യമായിട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഈശോ വിപ്ലവകരമായൊരു മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് തന്നെയാണ് അവൻ എന്നും സ്തുതിക്കപ്പെടേണ്ടവനായി മാറണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.